ഒക്കെ രാധികമോളുടെ ഫിദ മാഡത്തിന്റെ ഇടപെടല. ആണോ മോളെ? ആ, ഞാൻ ഫിദ മാഡത്തിനെ വിളിച്ച് പറഞ്ഞു. മുത്തശ്ശിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, മോള് ധൈര്യമായിട്ട് ഇരുന്നോളാനും പറഞ്ഞു. മുത്തശ്ശി, നമുക്ക് പോവാം. ഞാൻ ഇതിനകത്ത് കിടന്നിട്ട് എനിക്കൊരു ചുക്കും സംഭവിച്ചില്ല. അങ്ങനെയൊക്കെ പറയുമ്പോ ചേരുടെ മുഖത്ത് ഒരു പരിഹാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അത് കാണാനില്ല. എന്റെ മുത്തശ്ശി അങ്ങനെ പോലീസ് വകുപ്പിൽ കിടക്കാൻ മറ്റുള്ളവരോട് സമ്മതിച്ചു കൊടുക്കണ്ടേ? മുത്തശ്ശി വന്നേ. ഒരു മിനിറ്റ്. സാറേ, 5 മണിക്കൂറും 37 മിനിറ്റും, അതായത് 337 മിനിറ്റ് ഞങ്ങളുടെ മുത്തശ്ശി സാറിന്റെ കസ്റ്റഡിയിലായിരുന്നു. അത് സാറിന് ഓർമ്മ വെക്കാനുള്ള ഒരു നമ്പറാ. അത്രയും നിമിഷങ്ങള് കെടാതെ കനല് പോലെ ഞങ്ങളുടെ നെഞ്ചി കിടക്കും. താമസിയാതെ അതിന്റെ പേരില് നമ്മൾ തമ്മിലൊന്ന് കാണും. നീ പോടാ ചക്ക. ഈ യൂണിഫോമിനോട്ട് കളിക്കാനുള്ള ബലമൊന്നും നിന്റെ എല്ലിനായിട്ടില്ല. നമുക്ക് കാണാം സാറേ. ആരുടെ എല്ലിനാ മൂപ്പെന്ന് നമുക്കൊന്ന് ഇറങ്ങി കളിച്ചിട്ട് തന്നെ തീരുമാനിക്കാം. കാണാം. വരട്ടെ, നീ ചെല്ല്. പത്മിനി, അമ്മ മാനസികമായിട്ട് വല്ലാതെ തളർന്നിട്ടുണ്ടാവും. നന്നായിട്ട് നോക്കിക്കൊള്ളണം. അതെന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ആ, അമ്മേ. പേടിച്ചോടാ? പേടിയല്ല അമ്മേ, തളർന്നുപോയി. അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോ. എങ്ങനെ സംഭവിക്കുമ്പോ? എടാ, പോലീസ് സ്റ്റേഷൻ നമ്മുടെ നാട്ടിലുള്ളതല്ലേ. പിടിച്ചുകൊണ്ടുപോവാൻ അവർക്ക് അധികാരമുണ്ട്. പിന്നെ കുറച്ചധികം നേരം ഞാൻ അവിടെ ഇരുന്നു. അത് സാരമില്ലടാ. ദേ, ഇവര് രണ്ടുപേരും ഒരു നിമിഷം മാറാതെ എനിക്ക് കാവല് നിന്നു. നമ്മുടെ പിള്ളേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കില് എത്ര വലിയ കഷ്ടപ്പാടും നമ്മൾ മറികടക്കില്ലേ പരമേശ്വര? അമ്മേ, നീ എന്താ പത്മിനി കരുതി ഞാൻ തളർന്ന് ഒടിഞ്ഞ് ക്ഷീണിച്ചു വരികയാണെന്നോ? അതിനെ വേറെ ആളെ നോക്കണം. കണിമംഗലം ജയഭാരതി അതിന് കിട്ടില്ല. മുത്തശ്ശിയുടെ ചങ്കൂറ്റ സമ്മതിക്കണമേ. വേറെ ആരായാലും ഒന്ന് തളരുമായിരുന്നു. പക്ഷേ ഇത് മണിക്കൂറുകൾ കഴിയും തോറും മുത്തശ്ശിക്ക് എനർജി കൂടിക്കൂടി വരികയായിരുന്നു. പിന്നെ അല്ലാതെ കണിമംഗലം കുടുംബത്തിനെ വെല്ലുവിളിക്കാൻ ആ CI ഒരുത്തം മുമ്പിൽ നിൽക്കുമ്പോ തലകുനിച്ചു കൊടുത്താലേ അവരങ്ങ് വലിയ ആളായി പോവും. മുത്തശ്ശിയെ കൊണ്ടുപോയ നിമിഷം മുതല് ഈ നേരം വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മേ, ഞങ്ങള് ജലപാനം കഴിച്ചിട്ടില്ല. അവിടെ എന്തായിരിക്കും അമ്മയുടെ അവസ്ഥയെന്നറിയാതെ. അങ്ങനെ അല്ലല്ലോ ഞാൻ അറിഞ്ഞത്. എന്നെ പോലീസ് പിടിച്ചതിന്റെ പേരില് നിങ്ങൾ മധുരവിതരണം നടത്തിയെന്നാണല്ലോ. അയ്യോ, ഇതാരാ മുത്തശ്ശിയോട് പറഞ്ഞത്?
മുത്തശ്ശി ഞങ്ങളെ വീടിനകത്തിരിക്കുവായിരുന്നില്ലേ? മുത്തശ്ശിയോട് ഞങ്ങക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. മുത്തശ്ശി അത് തിരിച്ചറിയാഞ്ഞിട്ടാ. എനിക്ക് ചുറ്റുമുള്ളവരെ തിരിച്ചറിയാനേ പ്രത്യേക ക്ലാസിന്റെ ഒന്നും ആവശ്യമില്ല. നീയൊക്കെ ഏത് രീതിയിലാ ചിന്തിക്കുന്നതെന്ന് എനിക്ക് വളരെ മുമ്പേ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ കണക്ക് ഞാൻ തൽക്കാലം പറയുന്നില്ല. വരുൺ, എന്തു പറഞ്ഞാ CI വിട്ടത്? എന്തു പറഞ്ഞാ വിട്ടതെന്ന് ചോദിച്ചാല് വിട്ടില്ലെങ്കിൽ അവന്റെ തലയിലെ തൊപ്പി കാണില്ലായിരുന്നു. വകുപ്പ് മന്ത്രി വിളിച്ചു, കളക്ടർ വിളിച്ചു, പോലീസിന്റെ തലപ്പത്തുള്ള ആളുകൾ മുഴുവൻ വിളിച്ചു. ഒക്കെ രാധികമോളുടെ ഫിദ മാഡത്തിന്റെ ഇടപെടലാ. ആണോ മോളെ? ഞാൻ ഫിദ മാഡത്തിനെ വിളിച്ച് പറഞ്ഞു. മുത്തശ്ശിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, മോള് ധൈര്യമായിട്ടിരുന്നോളാനും പറഞ്ഞു. പിന്നെ എല്ലാം സംഭവിച്ചത്. മോള് ഫിദ മാഡത്തെ ഒന്ന് വിളിക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ മോളെ, വീട്ടിലെത്തിയോ നിങ്ങള്? എത്തി മാഡം. അച്ഛന് മാഡത്തിനോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ഫോൺ കൊടുക്കുവാണേ. കൊടുക്ക്. ഹലോ. നമസ്കാരം സർ. ഫിദ, എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. കണിമംഗലത്തിന്റെ അഭിമാന ഫിദ രക്ഷിച്ചത്. സാർ ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതെന്റെ കടമയാ. അത് നിങ്ങളുടെ വലിയ മനസ്സ്. ആരൊക്കെ ഇടപെട്ടു എന്ന് അമ്മ പറഞ്ഞു. അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫിദയെ കൊണ്ടിത് സാധിച്ചല്ലോ. സർ, രാധിക എന്റെ മോളാ. രാധികയെ സ്നേഹിക്കുന്നവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്നെ കൊണ്ട് കഴിയാവുന്നതെല്ലാം. സ്വന്തം മോളല്ലെങ്കിലും ഇത്രയും കാര്യമായി അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. സ്വന്തം മോളല്ലെന്ന് ആരാ പറഞ്ഞത്? അവൾ എന്റെ മോളാണ് സർ. ഞാൻ അവളുടെ അമ്മ തന്നെയാ. അതെന്റെ രാധിക മോളുടെ ഭാഗ്യം. ഫിദയെ ഞാനൊരിക്കൽ നേരിട്ട് കാണുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ ഇപ്പൊ ഫിദ? ശരി ഫിദ. ശരി. രാധിക മോളെ സ്വന്തം മോളെന്ന് തന്നെയാ ഫിദ മാഡം പറയുന്നത്. അത് ശരിയാച്ചാ, രാധിക ഫിദ മാഡത്തിന്റെ മോള് തന്നെയാ. മോളെ രാധികെ, ഒരു കണക്കിന് നോക്കിയാൽ ഇപ്പൊ ഫിദ മാഡം ചെയ്തത് നിന്നോടുള്ള സ്നേഹത്തിന്റെ ലക്ഷണമാണ്. മറ്റുള്ളവരോട് ഇടപെടാനുള്ള നിന്റെ മിടുക്ക്, അതാണിപ്പോ നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചത്. വരുണേ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചിലത് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് അച്ഛാ. ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. മുത്തശ്ശിക്കുണ്ടായ മാനക്കേടിന് പകരം നമ്മൾ ചോദിച്ചിരിക്കും, അതാരായാലും. പരമേശ്വര, തൽക്കാലം അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി അതിന്റെ പേരിൽ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവൂ എന്നുള്ള തോന്നലങ്ങ് മാറ്റി വച്ചേക്ക്. ഞാനിത് വാശിയായിട്ടേ കാണുന്നുള്ളൂ. നീ വാ. ഗൗതം. ഹലോ,